എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ മൈഗയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. മൈഗയെ ആളുടെ പപ്പയോട് പറയും, ലൈഫിൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പപ്പ എങ്ങനെ ഇപ്പോഴും ഇങ്ങനെ കൂളായിട്ട് നിൽക്കുന്നു? എനിക്കറിയാം, എന്നെ പോലെ തന്നെ പപ്പയും ഒരു ബിഗ് ഫെയിലിയർ ആണ്. പപ്പയെ കൊണ്ട് ആരെയും തോൽപ്പിക്കാൻ കഴിയില്ല. നെഞ്ചിപ്സും ഗെഞ്ചിപ്സും അതൊന്നുമില്ലാതെ ആരെയും ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. ഞാനൊരു ബിഗ് ഫെയിലിയറിന്റെ മകനാണെന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരയും. അത് കേട്ടവന്റെ പപ്പ ഒരുപാട് വിഷമത്തില് അവന്റെ അടുത്തേക്ക് വരും. അവന്റെ തലയില് കൈവെക്കും. ഒരുപാട് സ്നേഹത്തില് അവനോട് പറയും, പരസ്പരം ഫൈറ്റ് ചെയ്യുന്നതോ രക്തം ചിന്തി ജയിക്കുന്നതോ അതൊന്നുമല്ല യഥാർത്ഥ വിജയം. നമ്മുടെ ലക്ഷ്യം അതെന്താണോ അത് അച്ചീവ് ചെയ്യുന്നതാണ് ഒരാളുടെ വിജയം എന്ന് പറഞ്ഞ് ആളിപ്പോ മൈഗയെ ചേർത്ത് പിടിച്ച് അങ്ങനെ ആശ്വസിപ്പിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഹൊക്കാഗെ കാണിക്കും. ആളാണെങ്കില് ഫുറൂക്കി, ഹിറ്റാച്ചി എന്നിങ്ങനെ പുതുതായിട്ട് 2 പേരെ കൂടെ ഇപ്പൊ അക്കാദമിയിലേക്ക് ആഡ് ചെയ്യും. അപ്പോഴായിരിക്കും മൈഗെ അവന്റെ പുറകിൽ കെട്ടിയ ഒരു ബാനർ അതിപ്പോ ആളുടെ മുൻപിലേക്ക് വരിക. അത് കാണുമ്പോൾ തന്നെ ഹൊക്കാഗയ്ക്ക് മൈഗയെ ഓർമ്മ വരും. ഹൊക്കാഗെ ആണെങ്കിൽ അത് നോക്കി ചിരിച്ച് മൈഗയുടെ പേര് കൂടെ ആ ലിസ്റ്റിൽ എഴുതി ചേർക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ മൈഗൈ ആണെങ്കിൽ ഫുൾ ഹാപ്പി ആയിട്ട് ഓടി വന്ന് അവന്റെ പപ്പയെ കെട്ടിപ്പിടിക്കും. പപ്പ ഒടുവിൽ എന്നെയും അക്കാദമിയിൽ ചേർത്തു. ഇവിടെ പ്രാന്തം പപ്പയും മൈഗയും കൂടെ തംസപ്പ് ഒക്കെ അടിച്ചു നിൽക്കുന്നത് കണ്ട് 2 പെമ്പിള്ളേര് അവരാണെങ്കിൽ ഇതെന്ത് ജന്തുക്കളാന്നും പറഞ്ഞ് അവരെ തുറിച്ചു നോക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ അക്കാദമി അവിടെ ക്ലാസ് ആണെങ്കിൽ നല്ല ഉഷാറായിട്ട് പുരോഗമിക്കുകയാണ്. ഓരോരുത്തരും അവരുടെ ഷാഡോ ക്ലൗൺ ജിപ്സു മറ്റു പല ജിപ്സുകളൊക്കെ കാണിച്ച് എല്ലാവരെയും വണ്ടർ അടുപ്പിക്കും. കാക്കാഷി ആണെങ്കിൽ അവൻ ഇരിക്കുന്ന ഒരു സ്പോട്ടിൽ വെച്ച് തന്നെ അവന്റെ ഒരുപാട് ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് എല്ലാവരെയും ഞെട്ടിച്ചു കളയും. അത് കണ്ട് എല്ലാവരും ഇംപ്രസ് ആയിട്ട് നിൽക്കും. അടുത്തതായിട്ട് മാസ്റ്റർ ഇപ്പൊ മൈഗയെ വിളിക്കും. മൈഗയോട് അവന്റെ ഷാഡോ ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്യാൻ പറയും. പക്ഷേ മൈഗ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് അതിന് കഴിയില്ല. ഉടനെ സ്റ്റുഡൻസ് അവർ പരസ്പരം നോക്കി ഇപ്പൊ മൈഗയെ കളിയാക്കും. മൈഗ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പൊ ഒരു ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ അത് അവന്റെ വെറും ഡ്രസ്സ് മാത്രമായിരിക്കും. ഉടനെ എല്ലാവരും ഇപ്പൊ മൈഗയെ നോക്കി കളിയാക്കാൻ തുടങ്ങും. അത് കണ്ട മൈഗൈ അവൻ ഒരുപാട് വിഷമത്തില് ഇപ്പൊ ഗ്രൗണ്ടിലേക്ക് വരും. അപ്പോഴായിരിക്കും അവന്റെ പപ്പ പറഞ്ഞ കാര്യം അവൻ ആലോചിക്കുക. എന്റെ കയ്യില് ടൈജിപ്സും ഉണ്ട്, സോ ഉറപ്പായിട്ടും എന്റെ ടൈജിപ്സുവിന്റെ പവർ കാണിച്ചു കൊടുത്ത് തീർച്ചയായിട്ടും എല്ലാവരെയും ഞാൻ ഇംപ്രസ് ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ ആ ഗ്രൗണ്ടിന് ചുറ്റും ഓടാനായിട്ട് ആരംഭിക്കും. അവൻ ഓരോ റൗണ്ട് ഓടി ഓടി അവന്റെ 500 ലാപ്സ് അത് കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ അപ്പോഴേക്കും അവൻ തളർന്ന് താഴെ വീഴും. അത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ബാക്കി കുട്ടികള് അവനെ നോക്കി കളിയാക്കും. കാക്കാഷി ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ബുക്കൊക്കെ വായിച്ച് വളരെ ക്യാഷ്വലായിട്ട് അതുവഴി നടന്നു പോകും. മൈഗൈ ആണെങ്കിൽ വീണ്ടും രാവും പകലും വിട്ടുകൊടുക്കാതെ ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കും. മൈഗൈ എവിടെയൊക്കെ ട്രെയിനിങ് എടുക്കുന്നോ അവിടെയൊക്കെ കാക്കാഷി ഉണ്ടാവും. സോ ഓരോ തവണ മൈഗൈ ട്രെയിനിങ് എടുക്കുമ്പോഴും കാക്കാഷി അതുവഴി പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് കണ്ട മൈഗൈ കാക്കാഷിയുടെ പിന്നാലെ പോയി കാക്കാഷിയെ അങ്ങനെ ഫോളോ ചെയ്യും. അത് മനസ്സിലാക്കിയ അവന്റെ പപ്പ ഇപ്പൊ മൈഗയെ പുറഞ്ച് തല്ലും. പപ്പ പറയും, നിങ്ങളുടെ ക്ലാസ്സിൽ വെച്ച് നമ്പർ 1 അല്ലേ കാക്കാഷി, സോ നീ അവനെ വേണം നിന്റെ റൈവലായിട്ട് കണക്കാക്കാൻ. അവനുമായിട്ട് കോമ്പറ്റ് ചെയ്ത് നീ ജയിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിനക്ക് ലൈഫിലും ജയിക്കാനായിട്ട് കഴിയൂ. മൈഗൈ വീണ്ടും പറയും, എന്റെ സെൽഫ് റൂൾസ് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ജയിച്ചു എന്നാണ് അർത്ഥം. പിന്നെ എനിക്ക് ആരെയും ചലഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ 500 റൗണ്ട്സും ഓടി കംപ്ലീറ്റ് ചെയ്യും. അത് കാണുമ്പോൾ അവന്റെ പപ്പയ്ക്കും ഒരുപാട് സന്തോഷം തോന്നും. അടുത്തതായിട്ട് അവൻ തലകുത്തി നിന്ന് നടന്ന് 500 ലാപ്സ് കംപ്ലീറ്റ് ചെയ്യും. പിന്നീട് അവൻ 500 റൗണ്ട്സ് പുഷപ്പ് എടുക്കും, പുള്ളപ്പ് എടുക്കും. അങ്ങനെ ഓരോ തവണയും കാക്കാഷിയെ ചലഞ്ച് ചെയ്ത് അവന്റെ ഓരോ മിഷൻസും കംപ്ലീറ്റ് ചെയ്യും. ഒരു സെക്കൻഡ് കാക്കാഷി പോലും അവന്റെ ഹാർഡ് വർക്ക് കണ്ട് അങ്ങനെ നോക്കി നിൽക്കും. അതിനുശേഷം അവന്റെ പപ്പയാണ് ആദ്യമായിട്ട് അവന്റെ ഹെയർ അത് ഷോർട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ മൈഗൈ വീണ്ടും ഇപ്പൊ ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴായിരിക്കും അവനൊരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുക. സാക്ഷാൽ കാക്കാഷി അവനൊറ്റ കൈവച്ച് വലിയൊരു മലയുടെ മുകളിലേക്ക് അങ്ങനെ പാഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് മൈഗൈക്ക് ഇപ്പൊ വീണ്ടും ആവേശാവും. ഞാനും ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇവനെ പോലുള്ള ആൾക്കാരെയൊന്നും എന്നെ കൊണ്ട് ബീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഇപ്പൊ തലകുത്തി ആ ഗ്രൗണ്ട് മുഴുവൻ നടക്കും. മൈഗൈ ആണെങ്കിൽ ഇപ്പോഴും കാക്കാഷി ഒറ്റ കൈവച്ച് മല കയറുന്നത് അങ്ങനെ നോക്കി നിൽക്കും. അവന്റെ തൊട്ടു പിന്നാലെ മൈഗയുടെ പപ്പയും അത് നോക്കി നിൽക്കും. മൈഗയുടെ പപ്പ ചോദിക്കും, ഇതാണോ നീ പറഞ്ഞ കാക്കാഷി? അതിനവൻ പറയും, അതെ പപ്പ, ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. എന്തൊക്കെയാണെങ്കിലും
ഞാൻ അവനെ ചലഞ്ച് ചെയ്യും. അടുത്തതായിട്ട് ഞാൻ ഓടാൻ പോകുന്നത് 500 ലാപ്സ് അല്ല, മറിച്ച് 5000 ലാപ്സ് ആണ്. അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് കാക്കാഷിയെ ചലഞ്ച് ചെയ്യാൻ കഴിയും. എന്റെ പവർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇപ്പൊ മൈഗൈ അവൻ വീണ്ടും ആ ഗ്രൗണ്ടിന് ചുറ്റും ഓടാൻ തുടങ്ങും. ഇത്തവണ മൈഗൈ മാത്രമാവില്ല, മൈഗയെ സപ്പോർട്ട് ചെയ്ത് അവന്റെ പപ്പയും അവന്റെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കും. 1500 ലാപ്സ് കഴിയുമ്പോഴേക്കും അവന്റെ പപ്പ ആള് തളർന്നു വീഴും. പക്ഷെ അപ്പോഴും പപ്പ മൈഗയ്ക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. ഇവിടെ മൈഗൈ അവൻ 3000 ലാപ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും അവൻ ഏറെക്കുറെ അൺകോൺഷ്യസ് ആവും. എന്നിട്ടും വിട്ടുകൊടുക്കാതെ ഓടി ഓടി ഒരു വിധത്തില് അവന്റെ 5000 ലാപ്സും അവൻ കംപ്ലീറ്റ് ചെയ്യും. ഒരുപാട് ധൈര്യത്തോടു കൂടെ അവൻ പപ്പയോട് പറയും, ഇനി ഉറപ്പായിട്ടും ഞാൻ കാക്കാഷിയെ ചാലഞ്ച് ചെയ്യും. എന്റെ പവർ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷമാണ് മൈഗൈ ഓരോ തവണയും കാക്കാഷിയെ ചാലഞ്ച് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ എന്താ, ഓരോ ചലഞ്ചിലും നമ്മുടെ മൈഗൈ അവൻ ദാരുണമായി തോറ്റുകൊണ്ടേയിരുന്നു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇപ്പൊ മൈഗൈ അവന്റെ അക്കാദമി പഠനം അത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് വലിയ വലിയ മിഷൻസ് ഒക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. അതേസമയം അവന്റെ പപ്പ ഒരു ചളിപ്പുമില്ലാതെ ഗ്രാമത്തിലുള്ള ചെറിയ ചെറിയ ജോലികള് അതൊക്കെ ചെയ്ത് അന്തസ്സോടും ആത്മാഭിമാനത്തോടും കൂടെ ജീവിക്കുകയാണ്. പക്ഷെ മൈഗയ്ക്കാണെങ്കിൽ അവന്റെ പപ്പ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. മൈഗൈ ആണെങ്കിൽ അതിനെക്കുറിച്ച് അവന്റെ പപ്പയോട് ചോദിക്കും. പക്ഷെ പപ്പയാണെങ്കിൽ വ്യക്തമായി അതിനൊരു മറുപടി നൽകില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് പപ്പയും മൈഗയും അവർ രണ്ടുപേരും രാത്രിയിൽ ഒത്തിരി സമാധാനത്തോടു കൂടെ കിടന്നുറങ്ങുന്ന സമയം മൈഗയുടെ പപ്പ ആള് പതിയെ പുറത്തേക്ക് ഇറങ്ങിപ്പോവും. അല്പസമയം കഴിഞ്ഞ് മൈഗൈ ഉണരുമ്പോഴായിരിക്കും അവിടെ പപ്പ ഇല്ല എന്നവൻ മനസ്സിലാക്കുക. അവൻ ഡോർ തുറന്ന് ഇപ്പൊ പുറത്തേക്ക് വരും. അപ്പൊ അവൻ കാണും ദൂരത്തായി പപ്പ എങ്ങോട്ടോ നടന്നു പോവാണ്. വീണ്ടും അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരുപാട് നാൾ മുൻപോട്ട് പോകുമ്പോൾ മൈഗൈ ആണെങ്കിൽ അവനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ ദിവസവും അവന്റെ മിഷൻസ്, ടാസ്ക് അങ്ങനെ എല്ലാം തന്നെ അവൻ കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ അവന്റെ പപ്പ ആൾക്കാണെങ്കിൽ ഇപ്പൊ മിഷൻസ് ഒന്നും കിട്ടാതെ ഒരുപാട് വിഷമിക്കുകയാണ്. ഹൈ റാങ്കിലുള്ള ഒരു ഷിനോബിയുടെ കാലിൽ വീണ് അദ്ദേഹം കെഞ്ചും, ദയവ് ചെയ്ത് എനിക്ക് എന്തെങ്കിലും മിഷൻ തരണം. എനിക്ക് ഒരുപാട് നാളായി എന്തെങ്കിലും ഒരു മിഷൻ കിട്ടിയിട്ട്. അത് കണ്ട് മൈഗയ്ക്ക് ഒരുപാട് അപമാനാവും. അപ്പോഴായിരിക്കും കാക്കാഷി മൈഗയോട് പറയാ, നീ ശരിക്കും ഭയങ്കര ലക്കിയാണ്. നിന്റെ പപ്പയെ പോലെ ഇത്രയും കൂളായിട്ടുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് കേട്ട് മൈഗൈ ഒരുപാട് വിഷമത്തിലും കുറ്റബോധത്തിലും ഇപ്പൊ വീട്ടിലേക്ക് വരും. അപ്പൊ അവന്റെ പപ്പ അവന്റെ അടുത്തേക്ക് വന്ന് പറയും, മൈഗൈ, ഇത്രയും നാളും നീ ഒരുപാട് കഷ്ടപ്പെട്ടു, ട്രെയിനിങ് എടുത്തു, ഇത്രയും വരെ എത്തി. നിന്റെ വളർച്ച അത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഇനി അവസാനമായി എനിക്ക് ഒരു കാര്യം കൂടെ നിനക്ക് പഠിപ്പിച്ചു തരാനുണ്ടെന്ന് പറഞ്ഞ് മൈഗയുടെ പപ്പ ആളുടെ ഫുൾ സ്ട്രെങ്തില് ഇന്നർ ഗേറ്റ്സ് അതൊന്നൊന്നായി ഓപ്പൺ ചെയ്യും. അപ്പോഴായിരിക്കും മൈഗൈ ആദ്യമായിട്ട് പപ്പയുടെ പവർ കണ്ട് ഷോക്കാവുക. പപ്പ പറയും, ഇതാണ് ഫോർബിഡൻ ജിപ്സു. 8th ഇന്നർ ഗേറ്റ് അത് ഓപ്പൺ ചെയ്ത നമ്മുടെ പവർ അതിന്റെ മുൻപിൽ ഒരാൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോഴായിരിക്കും മൈഗൈ അവന്റെ പപ്പയുടെ വാല്യൂ അതെന്താണെന്ന് തിരിച്ചറിയുക. എല്ലാ ദിവസവും നൈറ്റ് ആള് മൈഗൈ ഉറങ്ങിയതിന് ശേഷം ഇത് ട്രെയിൻ ചെയ്യാനാണ് കാട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. കട്ട് ചെയ്ത പപ്പ ആള് പറയും, നിനക്കൊരു സെൽഫ് റൂള് നീ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ഈ ഒരു ജിപ്സുവില് നീ മാസ്റ്റർ ആവണം. ഇതാണ് എനിക്ക് നിനക്ക് തരാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഗിഫ്റ്റ്. 20 ദിവസം, വെറും 20 ദിവസം കൊണ്ടാണ് ഞാൻ ഈ പവറിൽ മാസ്റ്റർ ആയത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് പ്രസന്റ് കാണിക്കും. മൈഗൈ അവനിതെല്ലാം ആലോചിച്ച് അവന്റെ ഡെത്ത് ഗേറ്റ്, ദ ലാസ്റ്റ് ഗേറ്റ്, 8th ഗേറ്റ് അത് ഓപ്പൺ ചെയ്ത് മാതൃക്ക് നേരെ ഓടി അടുക്കും. അത് കണ്ട് മാതൃയുടെ ഹാർട്ട് ബീറ്റ് അത് കൂടി കൂടി വരും. മൈഗൈ ഓടി ഓടി വരെ അവൻ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. മൈഗയും അവന്റെ ടീമും അവരെ ഒരു വലിയ വില്ലൻ കൂട്ടം അങ്ങനെ ലോക്ക് ചെയ്യും. അപ്പോഴായിരിക്കും മൈഗയുടെ പപ്പ ആളുടെ പവറുമായി അവിടേക്ക് ചാടി വീഴുക. അത് കണ്ട് മൈഗൈ അവൻ വിളിച്ചു പറയും, പപ്പ അത് 7 നിഞ്ച സ്ക്വാഡാണ്, നിങ്ങളെ കൊണ്ട് ഒരിക്കലും അവരെ എതിർക്കാനായിട്ട് കഴിയില്ല. പക്ഷേ മൈഗയുടെ പപ്പ ആളുടെ 8th ഇന്നർ ഗേറ്റ് ഓപ്പൺ ചെയ്ത് അങ്ങനെ മാസായിട്ട് നിൽക്കും. അവന്റെ പപ്പ സെക്കൻഡുകൾ വെച്ച് ആളുടെ 8th ഗേറ്റ് ഓപ്പൺ ചെയ്ത് ആ 7 നിഞ്ച സ്ക്വാഡ്സിനെയും അങ്ങനെ തല്ലിക്കൊല്ലാണ്. കട്ട് ചെയ്ത ഇവിടെ മൈറ്റ് ഗായ് അവനും അവന്റെ 8th ഗേറ്റ് ഓപ്പൺ ചെയ്ത് മാതൃക്ക് നേരെ ചാടി അടുത്തു കഴിഞ്ഞു. മാതൃയാണെങ്കിൽ
മൈഗയുടെ പവർ കണ്ട് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം അവൻ ഇതുവരെ ഇങ്ങനെ ഒരു പവർ കണ്ടിട്ടില്ല. അടുത്ത സെക്കൻഡ് മൈഗൈ നിലവിളിച്ച് അവന്റെ തൊട്ടടുത്തേക്ക് എത്തുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.